അത്യാവശ്യമായി ഒരു UPI ഇടപാട് നടത്തേണ്ടി വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ പെട്ടുപോകാറുണ്ട് പലരും. ഇത്തരം സാഹചര്യങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് UPI ആപ്പുകളുമായി ബന്ധിപ്പിച്ച് ഓൺലൈൻ ഇടപാടുകൾ തടസ്സമില്ലാതെ നടത്താനാകും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഭീം തുടങ്ങിയ പ്രധാന UPI ആപ്പുകളെല്ലാം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. കാർഡ് കൈവശം വെക്കാതെ തന്നെ പേയ്മെന്റുകൾ നടത്താമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലാത്ത സമയത്ത് ലിങ്ക് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഒരു ബദൽ പേയ്മെന്റ് സോഴ്സായി ഉപയോഗിക്കാൻ കഴിയും. UPI ആപ്പുകളിൽ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യുന്ന പ്രക്രിയ വളരെ ലളിതമാണ്. ഓരോ ആപ്പിലും ഇതിന്റെ ഘട്ടങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ പൊതുവായ രീതി ഒന്ന് തന്നെയാണ്. UPI ആപ്പ് തുറന്ന് അത് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. സ്ക്രീനിന്റെ മുകൾ കോണിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ സെറ്റിംഗ്സ് വിഭാഗത്തിലേക്ക് പോകുക. അവിടെ പേയ്മെന്റ് മെത്തേഡ്സ്, കാർഡ്സ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് കാർഡ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ കണ്ടെത്തുക. കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചേർക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആഡ് മാനുവലി അല്ലെങ്കിൽ എൻ്റർ കാർഡ് ഡീറ്റെയിൽസ് തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ നൽകുക. ക്രെഡിറ്റ് കാർഡ് നമ്പർ, CVV അഥവാ കാർഡിന്റെ പിന്നിലുള്ള 3 അക്ക സുരക്ഷാ കോഡ്, കാലാവധി അവസാനിക്കുന്ന തീയതി എന്നിവ നൽകണം. കാർഡിൽ ഉള്ളതുപോലെ നിങ്ങളുടെ പേര് നൽകുക. ആവശ്യപ്പെടുകയാണെങ്കിൽ ബില്ലിംഗ് അഡ്രസ്സും നൽകേണ്ടി വരും. നൽകിയ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. UPI ആപ്പ് കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കുമായി ബന്ധിപ്പിച്ച വിവരങ്ങൾ പരിശോധിക്കും. OTP ലഭിക്കുന്നതിനായി നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തിരഞ്ഞെടുക്കുക. സാധാരണയായി SMS വഴിയാണ് OTP ലഭിക്കുക. ലഭിച്ച OTP നൽകി വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുക. ക്രെഡിറ്റ് കാർഡ് വിജയകരമായി ചേർത്തായി കാണിക്കുന്ന ഒരു സ്ഥിരീകരണ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും. കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ UPI പേയ്മെന്റുകൾ നടത്തുന്നത് വളരെ എളുപ്പമാണ്. പേയ്മെന്റ് നടത്തുമ്പോൾ പേയ്മെന്റ് സോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കാണാം. ലഭ്യമായ ഓപ്ഷനുകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിന് പകരം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക. സാധാരണ പോലെ തുക നൽകി QR കോഡ് സ്കാൻ ചെയ്തോ UPI ID നൽകിയോ ഇടപാട് തുടരുക. UPI പിൻ നൽകി പേയ്മെന്റ് സ്ഥിരീകരിക്കുക. തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് പകരം ക്രെഡിറ്റ് കാർഡിൽ നിന്നാകും ഈടാക്കുക. ഇടപാട് വിജയകരമായതിന്റെ സന്ദേശവും ലഭിക്കും. ഫിസിക്കൽ കാർഡുകൾ എപ്പോഴും കൊണ്ടു നടക്കാതെ തന്നെ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന സവിശേഷത. കാർഡ് വിവരങ്ങൾ സുരക്ഷിതമാക്കുന്ന ടോക്കണൈസേഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടകളിലെ പേയ്മെന്റുകൾ, ബിൽ പേയ്മെന്റുകൾ, മൊബൈൽ റീചാർജ് എന്നിവയ്ക്കായി ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്.